ഇനി ഞങ്ങൾ ഹോം ഷോപ്പിലുള്ള HSOമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആയിട്ടോ ചോക്കാട് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ മാസവും നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന HSOമാർക്ക് അതാത് മാസങ്ങളിൽ ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതേപോലെ തന്നെ കിറ്റ് അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാറുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ചിഞ്ചുമോളും ബാബു ഉണ്ടായിനി. അപ്പോൾ ഓരോ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ തലേ ദിവസം രാത്രിയിലുള്ള കറികളൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. പിന്നെ അന്നത്തെ ദിവസം ബറാത്തും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണ്ടേ. പിന്നെ നമ്മളെ വീട്ടിൽ പണിക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ പോയപ്പം കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിനി. അങ്ങനെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരിയൊക്കെ കഴുകിയാണ്ട് വേഗം ചാർക്ക് ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് തേങ്ങ ചെരുവിയതും ഏലക്കായ അതേപോലെ തന്നെ നല്ല ജീരകം കുറച്ച് തേങ്ങ ചെരുവിയത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ 2 സ്പൂൺ ചോറും ശർക്കര ഉരുക്കിയതും അരിച്ചിട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എൻ്റെ ബാബു പറഞ്ഞിട്ടുണ്ടായിന് ഇന്ന് വൈകുന്നേരത്തിനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കാം. കറി കേട്ടോ, ഇനിയിപ്പോൾ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ചോറ്. അപ്പം നമ്മൾ ബാബുക്കാക്കുൻ്റെ ബീഫ് കറി കഴിക്കുക. അപ്പോൾ അത് അവിടെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയത്. പിന്നെ അതേപോലെ തന്നെ ബീഫ് മസാലയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ആക്കി കൊടുത്തു. പിന്നെ ഒരു കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരൊപ്പം നിൽക്കണം കേട്ടോ. അതെടുത്ത് അറിഞ്ഞാണ്ടൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കണം. അപ്പം നമ്മൾ വിചാരിക്കും അതിലാറല്ലേ നമുക്ക് കുക്ക് ചെയ്യുകയാണെന്ന്. എന്തായാലും ചോദിക്കണതൊക്കെ എടുത്തെടുത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കണമല്ലേ ഒരു കഴിക്കലേ. അപ്പോൾ ഓരുണ്ടാക്കണത് നമുക്കും കഴിക്കാനൊക്കെ കൊതി ഉണ്ടാവുമല്ലോ അല്ലേ. ഇടയ്ക്കൊക്കെ വാവു ഇതേപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചിക്കനും ബീഫൊക്കെ ഉണ്ടാവുമ്പോൾ കറിയൊക്കെ വെക്കലുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേ ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്ത് ബീഫും ഒക്കെ ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല, ഞാനല്ലല്ലോ ഉണ്ടാക്കണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ മാവും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ഇല്ലെങ്കിൽ ഈ പണിക്കാർക്ക് ചായ കൊടുക്കാനാകുമ്പോഴത്തേന് കടിയാവില്ല. അപ്പോൾ ഞാൻ വേഗം മാവും കൂട്ടി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബാബുവിൻ്റെ ബീഫ് കറി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ കഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാട്ടോ. പിന്നെ ഓരോ തിരക്കിൽ പെട്ടു. അങ്ങനെ ബീഫ് കറി അടുപ്പത്ത് വെച്ചു. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ മാവും റെഡിയായി. അപ്പോൾ പണിക്കാരടുത്തൊന്ന് വന്ന് നോക്കിയതാട്ടോ. നമ്മളെ മുറ്റത്ത് നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഷീറ്റ് ഇടാണ് കേട്ടോ പണി. അങ്ങനെ വീണ്ടും കിച്ചണിൽ വന്നു. അപ്പോൾ ഉണ്ണിയപ്പത്തേക്ക് തേങ്ങാക്കൊത്ത് ഇടണമെന്ന് പറഞ്ഞാണ് ബാബു കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് മാവ് കൊഴിച്ചു കൊടുത്തു. പിന്നെ വേഗം വന്ന് അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഉണ്ണിയപ്പം ചൂടാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ച് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഞാനൊരു 2-3 ട്രിപ്പേ ഉണ്ണിയപ്പം ചുട്ടതുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കിന്ന് നമ്മളെ കുടുംബശ്രീൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലാണ് തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേന് ഞാൻ റെഡി ആവണ്ടേ. അപ്പോൾ പിന്നെ ഒരു 2-3 ട്രിപ്പ് ഉണ്ണിയപ്പം ചുട്ട് പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ ബറാത്തേന് കേട്ടോ അന്ന്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനും മക്കളും ബാബുക്ക് ചായയൊക്കെ കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ